കോതമംഗലത്ത് LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോതമംഗലത്തെ ആദ്യ പത്രികയായിരുന്നു ആന്റണിയുടേത്. പത്രികാ സമർപ്പണത്തിന് മുമ്പ് ടൗണിൽ പ്രകടനവും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയപ്പോൾ ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകരണമാണ് ലഭിക്കുന്നതെന്ന് ആന്റണി ജോൺ പറഞ്ഞു. കോതമംഗലത്തെ LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ തഹസിൽദാർ M ഗിരീഷ് കുമാറിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നേതാക്കളായ R അനിൽകുമാർ, PT ബെന്നി, അഡ്വക്കേറ്റ് റോണി മാത്യു, KK ടോമി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. നിയമസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കഴിഞ്ഞ 10 വർഷം ഒട്ടേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. ചില പദ്ധതികൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. വോട്ട് ചോദിച്ചിറങ്ങിയപ്പോൾ ജനങ്ങൾ വലിയ സ്വീകരണമാണ് നൽകുന്നതെന്നും ആന്റണി ജോൺ പത്രികാ സമർപ്പണത്തിന് ശേഷം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലം ഒരുപാട് പ്രതിസന്ധികൾ, മഹാപ്രളയവും പിന്നീട് ലോകത്തെയാകെ പിടിച്ചുകുലുക്കിയ കോവിഡ് മഹാമാരിയും അതിനിടയിൽ പ്രളയത്തിന് ശേഷം വന്ന വെള്ളപ്പൊക്കവുമെല്ലാം നമ്മുടെ മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം ജനങ്ങളുടെ ജീവിത പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലെല്ലാം ജനങ്ങളോട് ചേർന്ന് നിൽക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലുമൊക്കെ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ പരമാവധി ശ്രമിച്ചതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളുടെ വലിയൊരു സ്വീകാര്യത എനിക്കിപ്പോൾ ലഭിക്കുന്നത് എന്നാണ് വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് വലിയ വികസന പ്രവർത്തനങ്ങൾ. നമുക്കറിയാം, ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പോൾ 2018 മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ സംസ്ഥാനത്തും നമ്മുടെ കോതമംഗലത്തുമൊക്കെ വലിയ പ്രതിസന്ധിയാണ്. പ്രകൃതി ദുരന്തങ്ങൾ, പകർച്ചവ്യാധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രതിസന്ധികൾക്കിടയിലും ഒരുപാട് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ മണ്ഡലത്തിനകത്ത് നടപ്പാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറയാൻ കഴിയും. 10 ഇവിടെ കോതമംഗലം കാത്തിരുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറേയേറെ പദ്ധതികൾ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ആന്റണി ജോൺ പത്രികാ സമർപ്പണത്തിന് മുമ്പ് വിവിധ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിക്കുകയും ഗാന്ധി സ്ക്വയറിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പചക്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഗാന്ധി സ്ക്വയറിൽ നിന്ന് ചെറിയ പള്ളിത്താഴം വരെ നേതാക്കളും പ്രവർത്തകരും അണിനിരുന്ന പ്രകടനവുമുണ്ടായിരുന്നു. കടന്നു വരികയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്. KSRTC ജംഗ്ഷനിലുള്ള താലൂക്ക് ഓഫീസിലേക്ക് കടന്നു വരികയാണ്. ആപാലവൃത്തം ജനങ്ങളുടെയും മനസ്സിൽ ജ്യേഷ്ഠനായും അനുജനായും കൂട്ടുകാരനായും മകനായും സ്ഥാനം പിടിച്ച ജനകീയ ആരുടെ മുമ്പിലും നിഷ്കളങ്കതയോട് കടന്നു വന്ന് നമ്മളിൽ ഒരുവരായി നമ്മോടൊപ്പം വഴി നടക്കുന്ന ജനനായകൻ ഇതായി വാഹനത്തിന് തൊട്ട് പിന്നാലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് കടന്നു വരികയാണ്. GTV ന്യൂസ്, കോതമംഗലം.